പാലായിൽ നഗരസഭാ ഭരണം പിടിക്കാൻ വേണ്ടി അവിടെ പുളിക്കക്കണ്ടം ഫാമിലിക്ക് കീഴടങ്ങി നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തെ നമ്മൾ കണ്ടല്ലോ, UDF-നെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഭരണം കിട്ടാൻ വേണ്ടി അത്തരത്തിലൊരു കുടുംബത്തിന് കീഴടങ്ങിയതിൽ കോൺഗ്രസിന്റെ കൗൺസിലർമാർക്ക് വലിയ അസംതൃപ്തി ഉണ്ടായെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒരു കുടുംബത്തിനും വിമതയ്ക്കും മുന്നിൽ പാർട്ടി കീഴടങ്ങിയെന്ന വിമർശനമാണ് ഇപ്പോൾ അവിടെ ഉയർന്നു വന്നിരിക്കുന്നത്. ചെയർപേഴ്സൺ പദവി പുളിക്കക്കണ്ടം ഫാമിലിക്കും വൈസ് ചെയർമാൻ പദവി വിമതർക്കും മുന്നിൽ അടിയറവ് വച്ചെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് കൗൺസിലർമാരുടെ പരാതി. നോക്കാം എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു അതൃപ്തി എന്ന്. സനോജ് തന്നെ നമ്മളോടൊപ്പം ചേരും ഈ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. സനോജ്, ഇപ്പോൾ പുളിക്കക്കണ്ടം കുടുംബത്തിന് കീഴടങ്ങി കോൺഗ്രസ് എന്ന ആക്ഷേപമാണോ കോൺഗ്രസിന്റെ തന്നെ കൗൺസിലർമാർ പാർട്ടിക്കുള്ളിൽ ഉന്നയിച്ചിരിക്കുന്നത്? കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ചെയർപേഴ്സൺ സ്ഥാനത്തോ അല്ലെങ്കിൽ വൈസ് ചെയർമാൻ സ്ഥാനത്തോ ഒന്നും കോൺഗ്രസിന്റെ നേതാക്കൾ ആരുമില്ല. ചെയർപേഴ്സൺ സ്ഥാനത്ത് ദിയ പുളിക്കക്കണ്ടം വരുന്നു, വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് മായ രാഹുലോ അങ്ങനെയോ മറ്റോ വിമതയായി മത്സരിച്ച ഒരാളെത്തുന്നു. കോൺഗ്രസിന് അവിടെ ഒരു റോളുമില്ല അധികാരത്തിലല്ലേ? കോൺഗ്രസ് കുഴിച്ച കുഴിയിൽ കോൺഗ്രസ് തന്നെ വീണു എന്ന് പറയുന്നതാണ് ഏറ്റവും ഉചിതമായ മറുപടി ഇതിന്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വാർഡുകളിൽ ഈ പുളിക്കക്കണ്ടം ഫാമിലിയിലെ ബിനു പുളിക്കക്കണ്ടം, ബിജു പുളിക്കക്കണ്ടം, ദിയ പുളിക്കക്കണ്ടം ഈ 3 പേർ മത്സരിക്കുമ്പോൾ അവിടെ ഇടതുപക്ഷത്തെ എതിർക്കാൻ കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചില്ല. ഈ വിമതന്മാർക്ക് കൈമയും മറന്നുകൊണ്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. BJPയും അവിടെ കാര്യമായ പ്രചരണം നടത്താൻ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാത്ത സാഹചര്യം. അങ്ങനെ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി ഒരു കുടുംബത്തിന് വേണ്ടി ഇവർ എല്ലാ വിട്ടുവീഴ്ചകളും ചെയ്തുകൊണ്ട് മാണി സി കാപ്പൻ്റെ നേതൃത്വത്തിൽ അവിടെ രാഷ്ട്രീയ ഇടപെടൽ നടത്തുകയും അവർ വിമതരായി മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു. അങ്ങനെ വിജയിച്ചു വരുമ്പോഴാണ് പാലാ നഗരസഭയിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യം വരുന്നത്. 10 അംഗങ്ങളാണ് UDF-നുള്ളത്. അതിൽ 6 പേർ കോൺഗ്രസ്സുകാരും 3 പേര് കേരള കോൺഗ്രസ്സുകാരും 1 മാണി സി കാപ്പൻ്റെ പാർട്ടിക്കാരനുമാണ്. അങ്ങനെ 10 പേരാണുള്ളത്. 12 പേരാണ് LDF-നുള്ളത്. പക്ഷേ അധികാരത്തിൽ എത്തണമെങ്കിൽ കോൺഗ്രസിന് 4 പേരുടെ പിന്തുണ കൂടി വേണം. 26 അംഗ കൗൺസിലിൽ 14 പേരുടെ പിന്തുണ വേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് ഈ 3 പേർ വിജയിക്കുന്നു. ഒരു കുടുംബത്തിലെ 3 പേർ വിജയിക്കുന്നു. അവർ ഒരു ജനാധിപത്യ സംവിധാനത്തിന് ഒരു കുടുംബത്തിലെ 3 പേർ പാലാ നഗരസഭയുടെ ഭരണം കൈയാളുന്നു എന്ന് പറയപ്പെടുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിന് ഭൂഷണമാണോ എന്നുള്ളത് ആ നാടാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും ഇതൊരു അപകടകരമായ സാഹചര്യമാണ്. എന്തായാലും ഒരു കുടുംബ ഭരണം നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അതിന് കീഴടങ്ങി എന്നുള്ളതാണ് കോൺഗ്രസ് കൗൺസിലർമാരുടെ വിമർശനം. ഒപ്പം തന്നെ 19-ാം വാർഡ് പാലാ നഗരസഭയിലെ 19-ാം വാർഡിൽ മത്സരിച്ചത് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റും ഈ കോൺഗ്രസ് കൗൺസിലർമാർ പറഞ്ഞു വെക്കുന്നത് പാലാ ഇപ്പോൾ സാങ്കേതികപരമായി ബിനു പുളിക്കക്കണ്ടത്തിനെയും കുടുംബത്തിനെയും കൂടെ നിർത്തുമ്പോൾ ഭരണം കിട്ടിയെന്നത് ശരിയാണ്, പക്ഷേ അത് ഭരണമല്ല, ഒരുതരം അടിമത്വമാണ്, അവർക്ക് കീഴടങ്ങലാണ് എന്നാണോ കോൺഗ്രസ് കൗൺസിലർമാർ പറയാതെ പറഞ്ഞു വെക്കുന്നത്? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു വികാരമാണ്. കാരണം പാർട്ടിക്ക് അല്ലെങ്കിൽ മുന്നണിക്ക് 10 സീറ്റ് കിട്ടിയിട്ടും ഒരു വൈസ് ചെയർമാൻ സ്ഥാനമോ ചെയർമാൻ സ്ഥാനമോ ഏറ്റെടുക്കാൻ കഴിയാതെ ഒരു കുടുംബത്തിന് മുന്നിലും ഒപ്പം തന്നെ ഒരു വിമതയ്ക്ക് മുന്നിലും പാർട്ടി ഏകപക്ഷീയമായി കീഴടങ്ങി എന്നുള്ള ഒരു വികാരമാണ് കോൺഗ്രസ് കൗൺസിലർമാർക്കുള്ളത്. പക്ഷേ തിരക്കിട്ട മാരത്തോൺ ചർച്ചകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയിലും അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരു ബാർഗൈനിങ് ശക്തി എന്ന നിലയിൽ, അതായത് ഇതിനുവേണ്ടിയുള്ള കച്ചവടം കൊഴുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നു വന്നത്. ഇതിൻ്റെ ഭാഗമായി ഇന്നലെ ഫ്രാൻസിസ് ജോർജ് എം പി, മാണി സി കാപ്പൻ, കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകളുമായി മാരത്തോൺ ചർച്ചകൾ നടന്നതിന് ശേഷമാണ് അവസാനം ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നത്. കാരണം ഇത്തരത്തിൽ കോൺഗ്രസ് പാർട്ടി ഒരു കുടുംബത്തിന് മുന്നിൽ ഈ സ്ഥാനങ്ങൾ അടിയറവ് വയ്ക്കുന്നതിനെതിരെ ശക്തമായ വികാരം കോൺഗ്രസ് കൗൺസിലർമാർക്കുണ്ടായിരുന്നു. അവരെ അനുനയിപ്പിക്കുക എന്നുള്ളത് വലിയ ദൗത്യമായിരുന്നു. ആ ഒരു ശ്രമത്തിൽ മനസ്സോടെ ഈ കൗൺസിലർമാർ അംഗീകരിച്ചു എന്ന് വേണം പറയാൻ. ഞാൻ പറഞ്ഞു വന്നത്, ഈ 19-ാം വാർഡിൽ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റായിട്ടുള്ള സതീഷ് ചൊല്ലാനി, മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന ആൾ മത്സരിക്കുന്നു. അദ്ദേഹം ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന ആൾക്കെതിരെ അവിടുത്തെ ഒരു കൗൺസിലറായിരുന്ന മായ രാഹുൽ, അവർ കഴിഞ്ഞ തവണ സംവരണ വാർഡിൽ നിന്നും വിജയിച്ചു വന്ന് അവർക്ക് ഈ തവണയും ആ സീറ്റിൽ മത്സരിക്കണമെന്ന് വാശി പിടിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റിനെ വിമതയായി മത്സരിക്കുകയും അവർ 22 വോട്ടിന് അവിടെ വിജയിക്കുകയും ചെയ്തു. ആ വിമതയ്ക്ക് വൈസ് ചെയർമാൻ സ്ഥാനം കൊടുക്കുകയാണ്, അവരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുകയാണ്, അവരുടെ ഭർത്താവിന് ഉയർന്ന സ്ഥാനം കൊടുക്കുകയാണ്. ഇത് ശരിയാണ് സരോജ, ഇതിലും ഭേദം നേരത്തെ അവർ ആ സീറ്റ് ചോദിച്ച സമയത്ത് ആ സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ വിമതത്തിന്റെ പ്രശ്നം വരത്തില്ലായിരുന്നല്ലോ. ഇപ്പോൾ സീറ്റ് വിമതയായി അവർ മത്സരിച്ചു, ജയിച്ചു, ആകപ്പാടെ നാണക്കേടുമായി ഇപ്പോൾ അവർക്ക് ഇത് വൈസ് ചെയർമാൻ സ്ഥാനം കൊടുക്കേണ്ടി വന്നു.
തീർച്ചയായിട്ടും കഴിച്ചിട്ടിറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് അവിടെ എത്തിയിരിക്കുന്നു. കാരണം അന്ന് വിമതയായി മത്സരിക്കാൻ അവർ തയ്യാറായി മുന്നോട്ട് വന്നപ്പോൾ ആ സീറ്റ് അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ അവർ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അവർ പരാജയപ്പെടുത്തിയത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെയാണ്. അങ്ങനെ പ്രസിഡന്റിനെ വിമതയായി നിന്ന് പരാജയപ്പെടുത്തിയ ഒരാൾക്ക് എല്ലാ പച്ച പരവതാനിയും പിരിച്ചുകൊണ്ട് വൈസ് ചെയർപേഴ്സൺ സ്ഥാനം കൊടുക്കുന്നു. ഒപ്പം തന്നെ അവർക്ക് പാർട്ടിയിൽ പുറത്താക്കി അവരെ പാർട്ടിയിൽ തിരിച്ചെടുക്കുന്നു, പാർട്ടിയിൽ ഉയർന്ന സ്ഥാനം കൊടുക്കുന്നു. അവരുടെ ഭർത്താവ് രാഹുലിനും പാർട്ടിയുടെ DCC ജനറൽ സെക്രട്ടറി സ്ഥാനം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ കാര്യം പാർട്ടി രഹസ്യമായി വെച്ചിരിക്കുകയാണ്. കാരണം അതും കൂടി ഈ കൗൺസിലർമാർക്ക് മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു നിർദ്ദേശം കൂടി വെച്ച് കഴിഞ്ഞാൽ കൗൺസിലർമാർ പൊട്ടിത്തെറിക്കും. അവർ ശക്തമായ വികാരവുമായി പരസ്യ പ്രതികരണവുമായി രംഗത്ത് വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആ കാര്യം ഇപ്പോൾ പാർട്ടി നേതൃത്വം രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഭരണം പിടിക്കുവാൻ വേണ്ടി ഒരു കുടുംബത്തിലെ 3 പേർ ഭരണം നിശ്ചയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പാലയിലെത്തുന്നു. ഒപ്പം തന്നെ വിമതയ്ക്ക് വൈസ് ചെയർപേഴ്സൺ സ്ഥാനം ലഭിക്കുന്നു. അതിനെതിരെ ശക്തമായ വികാരമാണ് കോൺഗ്രസ് കൗൺസിലർമാർക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. മനു, എൻ്റെയൊക്കെ നഗരസഭയായി പോയല്ലോ സനോജ്, പാലാ എന്ത് ചെയ്യാൻ പറ്റും എന്നാൽ പാലായിലെ കളികൾ ഇത് ഭയങ്കര രസകരമായി പോകുന്നുണ്ട് കാര്യങ്ങൾ. വളരെ അപകടകരമാണ്. വളരെ അപകടകരമാണ്. കാരണം നമുക്കറിയാം, ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് എന്തൊക്കെയാണെങ്കിലും കക്ഷി രാഷ്ട്രീയം ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഒരു കുടുംബത്തിലെ 3 പേർ ചേർന്ന് ഒരു നഗരസഭയുടെ ഭരണമാൻ, നഗരസഭയായിക്കോട്ടെ മറ്റിടങ്ങളായിക്കോട്ടെ എവിടെയാണെങ്കിലും അതൊരു ജനാധിപത്യ സംവിധാനത്തിന് ഗുണകരമല്ല. അത് ഇടതുപക്ഷത്താണെങ്കിലും വലതുപക്ഷത്താണെങ്കിലും അത് ഭാവിയിൽ അത് വലിയ ജനാധിപത്യത്തെ വളരെ ദോഷകരമായി ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരമൊരു കൂട്ടുകെട്ടിന് കോൺഗ്രസ് കൂട്ടുനിന്നു എന്നുള്ളത് ഈ ജനാധിപത്യ സമൂഹത്തോട് ചെയ്ത വലിയ ഒരു നെറുകേടാണ് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും.